നമസ്കാരം. കേരളത്തിനടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇന്നലെ മുതൽ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ, അതായത് ശനി അല്ലെങ്കിൽ ഞായർ എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ആധികാരികമായി പറയട്ടെ, അറിയാൻ പോകുന്നില്ല. തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപനം ഇന്നുണ്ടാവുകയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം കാത്തിരിക്കുകയാണ്. മിക്കവാറും ബുധനാഴ്ച ആയിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഒരു തണുപ്പ് ഉണ്ടാവണം, അതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത്. വി.ഡി. സതീശനായിരിക്കില്ല മുഖ്യമന്ത്രി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തീരുമാനമെടുത്തിട്ടും പ്രഖ്യാപനം വൈകുന്നു എന്നത്. അതിനേക്കാൾ വലിയൊരു തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് കാസർഗോഡ് DCC പ്രസിഡന്റ് ഫൈസലിൻ്റെ ഒരു ഉത്തരവാണ്. AICC പ്രഖ്യാപിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും സന്തോഷ പ്രകടനം നടത്തണം എന്നാണ് ഉത്തരവ്. ഒരുപക്ഷെ AICCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സന്തോഷ പ്രകടനത്തിന് വേണ്ടി ഉത്തരവിറക്കേണ്ടി വരുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വി.ഡി. സതീശൻ അല്ല എന്നാണ്. ഇതിനേക്കാൾ വലിയൊരു തെളിവില്ല. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ നാട് നീളെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വി.ഡി. സതീശന് വേണ്ടി മുറവിളി കൂട്ടിയവർക്ക് ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങും. പ്രത്യേകിച്ച് ലീഗ് രംഗത്തിറങ്ങും. അവരുടെ പിടിവാശി വിജയിച്ചതിൻ്റെ സന്തോഷം, പ്രവർത്തകർ ആഗ്രഹിച്ചത് നടന്നതിൻ്റെ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ആളുകളെ കൊണ്ട് ഉത്തരവിറക്കിച്ച് ആഹ്ലാദ പ്രകടനം നടത്തണമെങ്കിൽ തീർച്ചയായും ഒരൊറ്റ കാരണമേ ഉള്ളൂ, പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്ല. ഈ കാര്യത്തിൽ ഇനി ആരും ആശങ്കപ്പെടേണ്ടതില്ല. 2-3 ദിവസമായി ഞാൻ പറയുന്നു പ്രേക്ഷകരോട്, യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല AICC തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഖാർഗെ AICC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അതേ സമയത്ത് തന്നെ KC വേണുഗോപാലിനെ നീക്കം ചെയ്യാൻ ആലോചനയുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് 2 പേർ AICCയുടെ ഏറ്റവും നിർണായകമായ റോളിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കും. വടക്കേന്ത്യക്കാരൻ തന്നെ വേണം രണ്ടാമത്തെ റോളിലെങ്കിലും. വാസ്തവത്തിൽ AICC പ്രസിഡന്റ് ആവേണ്ടത് വടക്കേന്ത്യക്കാരനാണ്, സാധിച്ചില്ല. ദക്ഷിണേന്ത്യക്കാരനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ തീർച്ചയായും സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആക്കണം. അതേസമയം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ രാഹുൽ കുടുംബത്തിന് വളരെ വിശ്വസ്തനായിരിക്കണം. അവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പോലും കൈകാര്യം ചെയ്യേണ്ട പദവിയാണ്. എന്നാൽ അത്രയും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന KC വേണുഗോപാലിനെ ഒരിടത്തുമില്ലാതെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല. ഏറ്റവും കുറഞ്ഞതൊരു മുഖ്യമന്ത്രി കസേരയിലെങ്കിലും ഇരുത്തണം. മറ്റ് പറ്റിയ പദവികളൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാക്കാൻ കാത്തിരുന്നതാണ്. ആ പദവിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ദേശീയ നേതാക്കൾ പലരും എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് വിടാൻ കോപ്പുകൂട്ടുന്നു. മഹാഭൂരിപക്ഷം വരുന്ന AICC നേതാക്കളും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ അനുകൂലമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കൂടാതെയാണ് MLA-മാരുടെ മൃഗീയ ഭൂരിപക്ഷം, KPCCയുടെ പിന്തുണ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടേണ്ടയാൾ KC വേണുഗോപാൽ ആണ് എന്നാണ് AICCയുടെ തീരുമാനം. നിങ്ങൾ കരുതുന്നുണ്ടോ മുകുൾ വാസ്നിക് വെറും പൊട്ടനായതുകൊണ്ടാണ് AICC MLA-മാരെ കണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് ചോർന്നതെന്ന്? മനഃപൂർവ്വം മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാൻ വേണ്ടി നിന്നുകൊടുത്തതാണ്. എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ എന്ത് രഹസ്യമായി പറഞ്ഞാലും ഞങ്ങൾ അറിയും എന്ന സൂചന KCക്ക് വേണ്ടി അവർ കൊടുത്തതാണ്. ഇത് കൃത്യമായി പ്ലാനിട്ട് നടന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ആര് പ്രക്ഷോഭം നടത്തിയാലും ആര് സമരം നടത്തിയാലും മാറില്ല എന്ന് തന്നെയാണ് വാസ്തവം. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആകെ ഒരു സാധ്യതയുള്ളത് സോണിയാഗാന്ധി ഇടപെടുക എന്നതാണ്. സോണിയാഗാന്ധി ഇടപെട്ടാലും അത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയായിരിക്കും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും വി.ഡി. സതീശൻ ഉപമുഖ്യമന്ത്രിയുമായ ഒരു സെറ്റിൽമെന്റ് ഫോർമുല അവർ തമ്മിലുണ്ടാക്കി സോണിയാഗാന്ധിയെ കണ്ടിരുന്നെങ്കിൽ നടന്നേനെ. പക്ഷേ അവർ അത്തരമൊരു ശ്രമത്തിന് തയ്യാറായില്ല. അവർ 2 പേരും മുഖ്യമന്ത്രിയാവാൻ പിടിവാശി കാണിച്ചു. 2 പേരും മടങ്ങിയിട്ടുണ്ട്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. അതെന്നുണ്ടാവുമെന്നാണ് അറിയേണ്ടത്. മിക്കവാറും ബുധനാഴ്ചയായിരിക്കും ആ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നത്. ഇതേ തുടർന്ന് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും മന്ത്രിസഭയിൽ ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതൊക്കെ അവരുടെ പ്രതികരണം അനുസരിച്ചിരിക്കും. ഒരു കാര്യം തീർച്ചയാണ്, ഈ ഒരാഴ്ച മുഴുവൻ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചൂടുള്ള വാർത്തകൾ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ തന്നെ മന്ത്രി കലാപവും ആരംഭിക്കും. ഇനി വരാൻ പോകുന്ന 1-2 ആഴ്ച ത്രില്ലടിക്കുന്ന ദിവസങ്ങളായിരിക്കും. ഒരാൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അയച്ചു തന്നൊരു ഓഡിയോ ക്ലിപ്പുണ്ട്. വളരെ ആവേശത്തോടുകൂടി കോൺഗ്രസ് എക്കാലത്തും ഇങ്ങനെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അവർ ത്രില്ലടിപ്പിക്കും. ലോകകപ്പ് ക്രിക്കറ്റും ലോകകപ്പ് ഫുട്ബോളും കാണുന്നതിനേക്കാൾ എല്ലാ മനുഷ്യരെയും ആവേശം കൊള്ളിക്കുന്നതാണ്. വളരെ രസകരമായ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. ഈ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട് ഇത്ര സ്നേഹം. കാരണം ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ഇതുപോലെ മനുഷ്യനെ ത്രില്ലടിപ്പിക്കാൻ വേറൊരു പാർട്ടിക്കും കഴിയത്തില്ല.
ത്രില്ലെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലില് ഇന്ത്യയും പാകിസ്ഥാനും എതിർ ടീമായിട്ട് വരുന്ന പോലത്തെ ഒരു ത്രില്ലാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കാണുന്ന കുറച്ചു പേർക്ക് മാത്രം ത്രില്ലടിക്കുന്ന കാര്യമാണെങ്കിൽ ഈ ഒരു കാര്യം കേരളത്തിലെ സകലമാന ജനങ്ങളെയും, എന്തിന് നമ്മുടെ അന്നമ്മ ചേട്ടത്തെ വരെ സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ നീക്കും. ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ സീറ്റ് വിഭജനം എന്ന് പറഞ്ഞൊരു സസ്പെൻസ് ഉണ്ട്. അത് ബാക്കി പാർട്ടികളെല്ലാം സീറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടി സസ്പെൻസ് അടിപ്പിച്ച് നമ്മളെ കൊല്ലും. ഏത് സീറ്റ് ആർക്കൊക്കെ, ആരകത്തായി ആര് വെളിയിലായി. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂരിപക്ഷം കിട്ടി അധികാരം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇലക്ഷന്റെ തൊട്ട് തലേന്ന് വരെ സമദൂരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മണിച്ചേട്ടൻ പഴയ താക്കോലുമായിട്ട് ഇറങ്ങും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് സസ്പെൻസും ത്രില്ലും അടിപ്പിക്കാൻ പറ്റുന്ന പോലെ കേരളത്തെ മൊത്തം ത്രില്ലടിപ്പിക്കും. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു കറക്കക്കാരനാണ്. അത് UDF അധികാരത്തിൽ വന്നാൽ UDFന്റെ ലീഡേഴ്സിനെ എങ്ങനെ കറക്കാമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം മണിച്ചേട്ടൻ ആ കൺഫ്യൂഷനിലാണെന്നാണ് അറിയുന്നത്. കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ട് റീവൈൻഡ് ചെയ്ത് കേട്ടോണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ ത്രില്ലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തെ മുഴുവൻ ചാനലിനെയും നാഷണൽ ചാനലിനെയും ത്രില്ലടിപ്പിക്കുന്ന പരിപാടിയാണ് CM സെലക്ഷൻ. CM ആരാകുന്നുള്ള സസ്പെൻസിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെന്ന് മാത്രമല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സസ്പെൻസിന്റെ മുൾമുനെ നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള സമവായത്തിലായാലോ ഉടനെ തേടം പേരിൽ റിവ്യൂ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിക്ക് ഹൈക്കമാൻഡിലോട്ട് ഒരു പിടിയിലുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഹൈക്കമാൻഡ് ആരാന്ന് ഏകദേശമൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷെ ഇപ്പം ഹൈക്കമാൻഡ് ഖാർഗെയാണോ, ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയാണോ, ഹൈക്കമാൻഡ് സോണിയാഗാന്ധിയാണോ എന്നൊന്നും ആർക്കും പിടികിട്ടാത്ത അതുപോലത്തെ സസ്പെൻസ് ആണ്. ഇനി അതല്ല, അവസാനം ഹൈക്കമാൻഡിനെ കമാൻഡ് ചെയ്യുന്ന സുപ്പീരിയർ കമാൻഡന്റ് ഞാനാണെന്ന് പറഞ്ഞ് KC വേണുഗോപാല് ഞാൻ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, എന്നെ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം വരുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ത്രില്ലോട് ത്രില്ലാണ്. ഇനി അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു ചീഫ് മിനിസ്റ്ററെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ത്രില്ല് തീർന്നെന്ന് ആരും ചിന്തിക്കല്ല്. അടുത്ത ത്രില്ല് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അടുത്ത ത്രില്ല് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും മന്ത്രി, ഏതൊക്കെ വകുപ്പായിരിക്കും എന്നുള്ള ത്രില്ലാണ്. അപ്പം അടുത്തൊരു 2 ആഴ്ച നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് സസ്പെൻസും ത്രില്ലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട് എല്ലാവർക്കും നന്ദി ഉണ്ടാവണം, നന്ദിയും കടപ്പാടും ഉണ്ടാവണം. ഇതുപോലെ ത്രില്ലടിപ്പിക്കാൻ മറ്റാരെ കൊണ്ടെങ്കിലും കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മത്തിൽ വിചാരിച്ചാൽ നടക്കത്തില്ല. പാണക്കാട് തങ്ങളിനോട് ചോദിച്ചാൽ തങ്ങളെ കൊണ്ട് പറ്റുമോ? തങ്ങളെ ഉമ്മ തൊപ്പി വെച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കാന്നല്ലാതെ ഇതുപോലെ ത്രില്ലടിപ്പിക്കാൻ തങ്ങളെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സസ്പെൻസും ത്രില്ലും ഉള്ള ഒരു സീസൺ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. VD സതീശന് അനുകൂലമായി 100 കണക്കിന് ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. ഞാൻ അത് കൊടുക്കുന്നില്ല, കാരണം ഒന്നിലധികം ഞാൻ കൊടുത്തിരുന്നു. വളരെ ആവേശപരമായി വികാരഭരിതമായി ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ കോൺഗ്രസിൽ പതിവുള്ളതാണ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. എനിക്ക് യാതൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ അർഹതയും പുള്ളിക്കാണുള്ളത്. അതേപോലെ തന്നെ സതീശൻ പുള്ളിയുടെ കീഴിലിരുന്ന് ജോലി ചെയ്താൽ പ്രത്യേകിച്ച് ഒരു ഈഗോ ക്ലാഷോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് സതീശൻ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുകയും ചെന്നിത്തല മുഖ്യമന്ത്രിയാകുകയും ചെയ്യാനാണ് സാധ്യത. ഇനി അതുമല്ല എങ്കിൽ ശരി, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വേണ്ട, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ കീഴിലിരുന്നോളാം ഇവർ രണ്ടുപേരുടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ KC വേണുഗോപാലിന് അവിടെ ഒരു എൻട്രി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് തൽക്കാലം സതീശനെ മുഖ്യമന്ത്രിയായിട്ട് കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ലോങ് റണ്ണിൽ എനിക്ക് അയാൾ മുഖ്യമന്ത്രി ആകണം, കടുത്ത നിലപാടുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് പുള്ളിയുടെ ഇരിക്കണം എന്ന് എനിക്ക് കുറെ നാളുകളായിട്ട് ആഗ്രഹമുണ്ട്. കാരണം പാർട്ടിയുടെ ഷേപ്പ് കുറച്ചും കൂടെ ഒന്ന് റീഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഒരു ആളുകൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന് പാർട്ടിയിൽ കുറച്ചും കൂടെ സതീശൻ പിടിമുറുക്കിയതിന് ശേഷം മുഖ്യമന്ത്രി ആകുന്നതാണ് UDFനും കോൺഗ്രസിനും നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായം പറഞ്ഞ ആൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല, BJPയിൽ എങ്ങനെയാണ്? BJPയിൽ ഇത്രയും പോലും ജനാധിപത്യമില്ല. ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര നേതൃത്വമാണ്. അവർ പറയുകയാണ് ചെയ്യുന്നത്, വോട്ടെടുപ്പ് പോലും നടത്തുന്നില്ല. എങ്ങനെയാണ് ഓരോരുത്തരും മുഖ്യമന്ത്രി ആയത്? കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഇത്രയും കോലാഹലങ്ങളെങ്കിലും ഉണ്ടാവുന്നത്. എന്നാൽ ഒട്ടുമിക്ക പാർട്ടികളിലും എങ്ങനെയാണ്? CPMലും അങ്ങനെയല്ലേ? പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുക്കാൻ നേരത്തെ തീരുമാനിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. പിണറായി തന്നെയാണ് നേതാവ്. എന്നാൽ കോൺഗ്രസ് ജനാധിപത്യമുള്ളത് കൊണ്ടാണ് ബഹളത്തിന് കാരണമാകുന്നത് എന്നാണ്
അദ്ദേഹം പറയുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാനായിട്ട് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അല്ലെങ്കിൽ കാശിറക്കിയോ വ്യവസായികളെ ഇറക്കിയോ ഒക്കെ എല്ലാവിധ കളികളും എല്ലാ രാഷ്ട്രീയക്കാരും കളിക്കും. ഡൽഹിയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ആരാധിക്കുന്ന മോദി ആദ്യമായിട്ട് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ കഥ നമ്മൾക്കറിയാവോ? ഒന്ന് അന്വേഷിച്ച് നോക്കുക. അന്ന് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന മോദി ഡൽഹിയിൽ നിന്ന് ഇന്റേണൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഗുജറാത്തിലെ എനിക്ക് തോന്നുന്നു കേശുഭായ് പട്ടേലും ശങ്കർ സിംഗ് വഗേലയും തമ്മിലുള്ള പൊരിഞ്ഞാടി നടക്കുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി അദ്വാനി കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്ന മോദി എന്ന് പറയുന്നത്. മോദിക്ക് ഇന്ന് മത്സരിക്കാനായിട്ട് ഒരു സീറ്റ് വേണമായിരുന്നു, ഒരു ഷുവർ സീറ്റ്. എവിടെ നിന്നാലും ഇവന്മാരെ കാലുവാരി തോപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു സീറ്റ് അവർ കണ്ടുപിടിച്ചു. അയാളോട് രാജിവെക്കാൻ പറഞ്ഞു. അയാൾ അവിടുത്തെ ഒരു പഴയ മന്ത്രിയായിരുന്നു. പഴയ മന്ത്രിയല്ല, അന്നത്തെ മന്ത്രിയായിരുന്നു. പുള്ളി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ആ മനുഷ്യന് പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് വിക്കിപീഡിയയോ ഗൂഗിളോ ഒക്കെ ഒന്ന് തപ്പിയാൽ കിട്ടും. അതുകൊണ്ട് ഇതുപോലുള്ള കളികളല്ല കോൺഗ്രസിൽ നടക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇപ്പൊ സമീപകാലത്ത് നടന്നൊരു സംഭവം കൂടെ പറയാം. ഈ ഗൂഗിളോ വിക്കിപീഡിയോ നോക്കാതെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആരാന്ന് പറയാൻ പറ്റുമോ? രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. ഇവരുടെ MLA-മാരെ എല്ലാം കൂടെ ഒരു മുറിക്കകത്ത് വിളിച്ചിരുത്തിട്ട് ഈ അമിത്ഷാ അവിടുത്തെ ഒരു മീറ്റിംഗില് 4ാമത്തെ റോയിൽ 3ാമതിരിക്കുന്ന ആള് നീയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി, ബാക്കി എല്ലാവരും മിണ്ടാതിരുന്നോന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം എത്തേണ്ട സാധനങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആവശ്യമുള്ള ആളവിടെ വേണമായിരുന്നു. ഇനി UP-യിൽ യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്? UP-യിൽ യോഗി ആദിത്യനാഥ് മത്സരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് ഒരു 300-325ഓളം MLA-മാരുണ്ടായിരുന്ന സമയത്ത് 7 ദിവസമോ 10 ദിവസമോ MLA-മാർ വട്ടം കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു മുഖ്യമന്ത്രിയെ അവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ല. ഒടുവില് ഡൽഹിയിൽ ലോക്സഭയിൽ ജയിച്ചിരുന്ന MP ആയിരുന്ന യോഗി ആദിത്യനാഥ് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യായിരുന്നു. അങ്ങനെയാണ് പുള്ളി ഒരു കൂട്ടം MLA-മാരുമായിട്ട് രംഗത്ത് വരുന്നതും UP പിടിക്കുന്നതും. ഈ കഥകളൊക്കെ ചുമ്മാ ഒന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം. പിന്നെ കോൺഗ്രസിൽ എന്ത് നടന്നാലും വളരെ ട്രാൻസ്പെറന്റ് ആണ്, പരസ്യമാണ്. BJP-യിൽ എന്ത് നടന്നാലും നിങ്ങളുടെയൊക്കെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങളല്ലാതെ സത്യം അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആർക്കും നട്ടിലുമില്ല. അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ആർക്കും തന്നിട്ടുമില്ല. അതാണ് അതിന്റെ വാസ്തവം. എന്തായാലും കോൺഗ്രസ്സുകാർ നമുക്കൊരു സിനിമ കാണുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്നതിനേക്കാൾ ക്രിക്കറ്റ് കാണുന്നതിനേക്കാൾ ആവേശം വിതറിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും എങ്ങനെ പ്രതികരിക്കും, അവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നറിയാനാണ് ഇനി കാത്തിരിക്കേണ്ടത്.